Welcome to Semester 3 Electronics Complementary for BSc Physics Main students. Semester 3 Electronics Complementary, and this is class number E12. Today we begin a new unit which is called Breakdown Devices, and this is chapter 27 from the prescribed textbook Semester 3 Complementary Electronics for BSc Physics Main students. ഇത് ഇലക്ട്രോണിക്സ് കോംപ്ലിമെൻ്ററി ആണ് ഫിസിക്സ് മെയിൻ സ്റ്റുഡൻസിൻ്റെ. അത് ആ ചാപ്റ്റർ 27 ആണ് നിങ്ങളുടെ ബുക്കിനകത്ത് നിന്ന് നമ്മുടെ സിലബസിൽ യൂണിറ്റ് 6 ബ്രേക്ക് ഡൗൺ ഡിവൈസസ്. ആദ്യം പഠിക്കുന്നത് UJT ആണ്. UJT എന്ന് പറഞ്ഞാൽ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ബ്രേക്ക് ഡൗൺ ഡിവൈസസ്, തൈറിസ്റ്റേഴ്സ് എന്ന് പറയും. തൈറിസ്റ്റേഴ്സ്, അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ബ്രേക്ക് ഡൗൺ ഡിവൈസസ് ആണ്. ആ ഡിവൈസിൽ UJT ആണ് ആദ്യം പഠിക്കുന്നത്. UJT ബ്രേക്ക് ഡൗൺ ഡിവൈസസിനെ പൊതുവേ പറയുന്ന പേരാണ് തൈറിസ്റ്റേഴ്സ്. അതിൽ ഫസ്റ്റ് ഡിവൈസ് അത് UJT ആണ്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ആ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ യും ജെയും ടിയും ചേർത്താണ് UJT എന്ന് വിളിക്കുന്നത്. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഇത് ശരിക്കും ട്രാൻസിസ്റ്റർ അല്ല എന്നുള്ള കാര്യം നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും, തുടർന്ന് പറയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ കാണുന്നതാണ്. നോക്കി, ഒരു N ടൈപ്പ് ബാർ, സിലിക്കൺ ബാർ, അതിൻ്റെ ഒരു സൈഡിൽ ഒരു എമിറ്റർ, ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഈ FET മോഡലിൽ വരും. പക്ഷേ FETക്കാണെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് P ടൈപ്പ് ഒരു N ചാനൽ FET ആണെങ്കിൽ N ടൈപ്പ് ബാറും രണ്ട് സൈഡിലും P വരും. ഇവിടെ ഒരു സൈഡിൽ മാത്രമേ P ഉള്ളൂ എന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ 3 കമ്പോണൻറ്റ് ഇവിടെ പറയാൻ പറ്റത്തില്ല, പക്ഷേ 3 ടെർമിനൽ പറയും. ആ ബാറിന് ഒരറ്റത്ത് B1 എന്നും മറ്റേരത്ത് B2 എന്ന് പറയും. അതിൽ ബേസുകളാണ്, 2 ബേസുകളാണ്, അല്ലാതെ ഈ സോഴ്സ് ഡ്രെയിൻ എന്നുള്ള കൺസെപ്റ്റ് അല്ല. 2 ബേസുകളാണ് B1 B2 ആ ബാറിൻ്റെ രണ്ടറ്റങ്ങളിൽ. പിന്നെ ഈ P ടൈപ്പിൽ ഒരു ടെർമിനലുണ്ട്, അതിന് എമിറ്റർ എന്ന് പറയും. ഇപ്പോൾ എമിറ്റർ ബേസ് B1 ബേസ് B2 എന്നാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചർ. അതിന് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഈ പടത്തിൽ കാണുന്നതാണ്. ഏറെക്കുറെ നമ്മുടെ FETയുടെ സിമ്പിൾ തന്നെ. വ്യത്യാസം അകത്ത് കാണുന്ന എമിറ്റൽ ആരോ അത് വളച്ച് കിരിപ്പോട്ടിടണം. എമിറ്റൽ ആരോ നമ്മൾ ബെൻഡ് ചെയ്താണ് കിരിപ്പോട്ട് മുട്ടിക്കുന്നത്. അതിൻ്റെ ഒരു ഇക്വൽ സർക്യൂട്ടാണ് ഏറ്റവും വലത്ത് കാണിച്ചിരിക്കുന്നത്. 2 റെസിസ്റ്റേഴ്സ് R1 R2 റൈറ്റ് സൈഡിലുണ്ട്. അത് ബേസ് B1 ബേസ് 2 ഇടയ്ക്കുള്ള റെസിസ്റ്റൻസിനെ, ആ സിലിക്കൺ ബാർ റെസിസ്റ്റൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നടക്കുന്നൊരു ഡയോഡ് വിത്ത് റെസിസ്റ്റൻസസ്. അതാണ് ഇതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട്. എമിറ്റർ ബേസ് B1 ബേസ് B2. സോ UJT ഈസ് എ ബ്രേക്ക് ഡൗൺ ഡിവൈസ്. So look here, the UJT is constructed with N-type silicon bar. First off, metallic contacts are made at the ends of the bar, and they are called bases B1 and B2. ആ ബാറിൻ്റെ രണ്ടറ്റങ്ങളിൽ നമ്മൾ ടെർമിനൽ പിടിപ്പിക്കും. ആ ടെർമിനലുകളെ നമ്മൾ ബേസുകൾ എന്ന് പറയും, B1 B2. Then a PN junction is formed by adding P-type material നിയർ ദി മിഡിൽ ഓഫ് ദി ബാർ. ആ ബാറിൻ്റെ സൈഡിൽ നമ്മളൊരു P ടൈപ്പ് മെറ്റീരിയൽ നടുക്കായിട്ട് കൊടുക്കും. പടത്തിൽ കണ്ടതാണ്. Thus UJT has only one PN junction. ഒരു PN ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ. 1 PN ജംഗ്ഷൻ. ട്രാൻസിസ്റ്റർ പോലെ 2 PN ജംഗ്ഷൻ ഇല്ല, അല്ലെങ്കിൽ FET പോലെ 2 PN ജംഗ്ഷൻ ഇല്ല. 1 PN junction, and hence the name unijunction transistor. And hence the name, അതുകൊണ്ടാണ് ഈ പേരുണ്ടായത്. Hence the name. Uni means one. Bases, uni means 1, that is closed. Bases B1 and B2 and terminal E form the 3 terminals of UJT. ബേസ് B1 ബേസ് B2 അതുപോലെ എമിറ്റർ ഇയും കൂടിയാണ് 3 ടെർമിനൽ ഫോം ചെയ്യുന്നത്. ഫിഗർ B റെപ്രസെൻസ്, B നിങ്ങൾ നോക്കുക, ഫിഗർ B റെപ്രസെൻസ്
ആ പടം ഒന്നുകൂടി വേണമെങ്കിൽ കാണിക്കാം. ഇതാണ് ലെഫ്റ്റ് കാണുന്നതിൽ കൺസ്ട്രക്ഷൻ, നടുക്ക് കാണുന്നത് സിമ്പൽ, റൈറ്റ് കാണുന്നതാണ് ഇക്വിവലന്റ് സർക്യൂട്ട്. The three terminals of UJT, figure B represents UJT. The figure B represents a symbol and figure C gives the equivalent CKT. CKT means circuit. ഇനി ആക്ഷൻ UJTയുടെ പ്രവർത്തനം. UJT പ്രവർത്തനം അതിൽ ഈ ഗ്രാഫാണ് നോക്കണേ. ഗ്രാഫ് നോക്കിയാലേ പ്രവർത്തനം മനസ്സിലാകുകയുള്ളൂ. ആ ഗ്രാഫിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ലെഫ്റ്റ് സൈഡ് അതിൻ്റെ ആ കണക്ഷനാണ്. UJTയിലേക്ക് ബേസ് 1 ബേസ് 2യിലേക്ക് നമ്മൾ ഒരു ബാറ്ററി ബി കണക്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഒരറ്റത്ത് മുകളിൽ നിന്ന് വിചാരിച്ചോളൂ, മൈനസ് താഴെയായിട്ട്. പിന്നെ എമിറ്ററിൽ നമുക്ക് ഒരു വേരിയബിൾ വോൾട്ടേജ് കൊടുക്കാവുന്നതാണ്. വി എന്ന് പറയുന്ന ഒരു വേരിയബിൾ വോൾട്ടേജ് എമിറ്ററിൽ കൊടുക്കും. അതാണ് ഇതിൻ്റെ വർക്കിങ്ങിനുള്ള സർക്യൂട്ട്. വർക്ക് ചെയ്യുമ്പോഴുള്ള ഗ്രാഫാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ ഐ കൊടുക്കും. ഐയോട് മാർക്ക് ചെയ്യാം. എമിറ്റർ കണ്ട് മാർക്ക് ചെയ്യാം. ഐ മിസ്സിങ് ആണ്. ഐ മാർക്ക് ചെയ്യാം. നടുക്കുള്ള പോയിന്റിൽ IEO, നടുക്കുള്ള പോയിന്റ് 0, അതിലിപ്പുറത്തുള്ളതാണ് IEO. അതൊരു നെഗറ്റീവ് കറണ്ടാണ്. ഇവിടെ കറണ്ട് എക്സ് ആക്സിലാണ് കേട്ടോ. നമ്മൾ സാധാരണ ഗ്രാഫിൽ കറണ്ട് വോൾട്ടേജാണ് എക്സ് ആക്സിൽ എടുക്കുക. ഇവിടെ കറണ്ട് എടുക്കുന്ന ഓർത്തോളണം. ഇത് മേപ്പോട്ട് വോൾട്ടേജാണ് കേട്ടോ. വൈ ആക്സിൽ ഇവിടെ വോൾട്ടേജാണ്. അപ്പോൾ ഇത് മറ്റു ഗ്രാഫിൽ നിന്ന് വ്യത്യസ്തമായ ഗ്രാഫാണ്, ഓർക്കണം. വോൾട്ടേജാണ് സാധാരണ കേസിൽ നമ്മൾ എക്സ് ആക്സിൽ എടുക്കുന്നത്. ഇവിടെ കറണ്ടാണ് എടുക്കുന്നത്, ഓർക്കുക. എമിറ്റർ കറണ്ട് എക്സ് ആക്സിസ് ആൻഡ് എമിറ്റർ വോൾട്ടേജ് എന്നത് വൈ ആക്സിസ്. ഒരു വോൾട്ടേജ് ഒരു പ്രത്യേക വാല്യൂ ആണെങ്കിൽ നോക്കി ഇതിനകത്ത് കണ്ടക്ഷൻ ഉണ്ടാകും. ഒരു പ്രത്യേക വോൾട്ടേജ് വന്നാലേ കണ്ടക്ഷൻ ആകുള്ളൂ. ഇതിനകത്ത് നമ്മൾ VBBയിൽ നിന്ന് ഒരു പ്രത്യേക വോൾട്ടേജ് വന്നാലേ കണ്ടക്ഷൻ ആകുള്ളൂ. കണ്ടക്ഷൻ ആകുമ്പോൾ ജസ്റ്റ് കണ്ടക്ഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടക്ഷൻ ആകുമ്പോൾ 0 കറണ്ടാണ്. കണ്ടക്ഷൻ തുടങ്ങിയാൽ കറണ്ട് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാണാം. ഒരു പ്രത്യേക വോൾട്ടേജ് കഴിയുമ്പോൾ ഒരു Pയിൽ ഒരു വോൾട്ടേജ് ഉണ്ട്, ഇവിടെ മാറി ഒരു പ്രത്യേക വോൾട്ടേജ് കഴിയുമ്പോൾ പെട്ടെന്ന് കറണ്ട് താഴ്ന്നത് കാണാം. കിഴിപ്പോട്ട ഗ്രാഫ് കേട്ടോ. കറണ്ടല്ല, വോൾട്ടേജ് താഴ്ന്നതാണ്. ഒരു പ്രത്യേക വോൾട്ടേജ് കഴിയുമ്പോൾ പെട്ടെന്ന് വോൾട്ടേജ് താഴുകയും കറണ്ട് കൂടുകയും ചെയ്യും. അപ്പോൾ കിഴിപ്പോട്ട് കാണുന്ന കിഴിപ്പോട്ട് സ്ലോപ്പുള്ള താഴോട്ട് കാണിച്ചിരിക്കുന്ന ചരിവുള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ്. അത്രയും ഭാഗത്തെ ബ്രേക്ക് ഡൗൺ റീജിയൻ എന്നാണ്. അവിടെയുള്ള റെസിസ്റ്റൻസിന് നമ്മൾ ബ്രേക്ക് ഡൗൺ റെസിസ്റ്റൻസ് എന്ന് പറയും. അവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ്. എന്താണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം? സാധാരണ കേസിൽ ഓമസിലൊക്കെ പഠിക്കുമ്പോൾ V/RI വേർ R ഈസ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയും. വോൾട്ടേജ് കൂട്ടുമ്പോൾ കറണ്ട് കൂടും, V കൂടുമ്പോൾ I കൂടും. ആ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് നിൽക്കും. അത്തരം റെസിസ്റ്റൻസ് ശരിക്കും പോസിറ്റീവ് റെസിസ്റ്റൻസ് ആണ്. കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ V/R എന്ന് പറയാൻ പറ്റില്ല, V/-R എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് വരും. അപ്പോൾ ആ റീജിയൻ, ആ കിഴിപ്പോട്ട് കിടക്കുന്ന റീജിയൻ ഗ്രാഫിൻ്റെ അത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയും. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒപ്പോസ് ചെയ്ത് നമുക്ക് പവർ ഡിസിപ്പേഷൻ ഉണ്ടാകുകയും ചെയ്യും. അവിടെ എനർജി ഡിസിപ്പേഷൻ ഉണ്ടാകും. ഇവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് നേരെ ഓപ്പോസിറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പുറത്തേക്ക് തരുമെന്നുള്ളതാണ്. അല്ലാതെ അല്ലെങ്കിൽ പവർ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ അത് ചൂടാകും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പവർ ജനറേറ്റ് ചെയ്യുന്ന ആളാണ് ഈ കേസിൽ. മറ്റേത് പവർ നഷ്ടപ്പെടും, റെസിസ്റ്റൻസ് പവർ നഷ്ടപ്പെടും. ഇവിടെ പവർ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് തരും. പിന്നെ അവസാനം ഒരു വാല്യൂ പോയിൻ്റ്, കറണ്ട് ഒരു പ്രത്യേക വാല്യൂ വരുമ്പോൾ ആ വോൾട്ടേജ് ഒരു വാല്യൂ വരും. ആ വോൾട്ടേജിന് വാല്യൂ വോൾട്ടേജ് എന്ന് പറയും. അതിൽ കറണ്ട് ഒരു പ്രത്യേക വാല്യൂ, അത് കൂടി വാല്യൂ തന്നെ. പിന്നെ കറണ്ട് വോൾട്ടേജ് കൂട്ടത്തിനൊപ്പിച്ച് കറണ്ട് കൂടുന്നത് കാണാം വാല്യൂ പോയിൻറ്റിന് ശേഷം. അതിന് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് വിളിക്കും. സാച്ചുറേഷൻ റീജിയൻ അതാണ് ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് ശരിക്കും നോക്കി വരയ്ക്കണം. ആ സർക്യൂട്ട് കണക്ഷനും വരച്ചു കൊള്ളാം. അപ്പോൾ ഞാനത് വ്യക്തമായിട്ട് കാണിക്കുകയാണ്, നോക്കണം. ആദ്യം കാണുന്നത് അതിൻ്റെ സർക്യൂട്ട് കണക്ഷൻ, രണ്ടാമത് കാണുന്നതിൻ്റെ വർക്കിംഗ് ഗ്രാഫ്. എക്സ് ആക്സിൽ എമിറ്റർ കറണ്ട്, വൈ ആക്സിസിൽ എമിറ്റർ വോൾട്ടേജ്. അവിടെ ഒരു കട്ട് ഓഫ് റീജിയനുണ്ട്, പിന്നെ ഇപ്പുറത്തൊരു സാച്ചുറേഷൻ റീജിയനുണ്ട്, പിന്നെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനുണ്ട്. താഴെയുള്ളൊരു വോൾട്ടേജിൽ നമ്മൾ വി വാല്യൂ വോൾട്ടേജ് ഉണ്ട്. ഇതെല്ലാം മാർക്ക് ചെയ്യണം.
action. When the input voltage V is greater than V1 എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലെവൽ വോൾട്ടേജ്, അതിന് നമ്മൾ ട്രിഗറിങ് വോൾട്ടേജ് എന്ന് പറയും, ഫയറിങ് വോൾട്ടേജ്. When the input voltage V is greater than V1 triggering voltage, the emitter current increases. Emitter current I increases. That is, emitter current is completely controlled by the emitter power supply. Emitter current is increased and this current is controlled by the emitter power supply. The variation of I with V is shown in the graph. ഐയുടെ വേരിയേഷൻ വിയുടെ വാല്യൂ അനുസരിച്ച് എങ്ങനെയാണ് എന്നതാണ് ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഫയറിംഗ് വോൾട്ടേജ്? ഫയറിംഗ് വോൾട്ടേജിനെ വിളിക്കുന്ന പിന്നെ ട്രിഗറിംഗ് വോൾട്ടേജ്. സാധാരണ കേസിൽ ഒരു വോൾട്ടേജ് കുറച്ച് വോൾട്ടേജ് എന്ന് കൊടുത്താൽ ഇത് കണ്ടക്ട് ചെയ്തില്ല. കണ്ടക്ട് ചെയ്യണമെങ്കിൽ പ്രത്യേക വോൾട്ടേജ് വേണം. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇത് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് കുറഞ്ഞാലും അത് കണ്ടക്ഷൻ തുടർന്നുകൊണ്ടിരിക്കും. ഇത് മനസ്സിലാക്കുക. ഇപ്പോൾ ട്രിഗറിംഗ് വോൾട്ടേജ് 10 വോൾട്ട് ആണെങ്കിൽ നമ്മൾ ആ UJTയിൽ 2, 3, 4, 5, 6, 7 കൊടുത്താലൊന്നും കണ്ടക്ട് ചെയ്തില്ല. 10 കഴിഞ്ഞാൽ ഉടനെ കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. കറണ്ട് 8, വോൾട്ടേജ് 8, 6, 4 കുറഞ്ഞാൽ, കണ്ടക്ഷൻ കഴിഞ്ഞാൽ വോൾട്ടേജ് കുറഞ്ഞാലും അതിനകത്ത് കറണ്ട് ഉണ്ടായിരിക്കും. ഫയറിംഗ് വോൾട്ടേജ് V1, the emitter voltage at which the current starts increasing is known as ഫയറിംഗ് വോൾട്ടേജ് V1. ഇപ്പോൾ ഒരു ഉയർന്ന വോൾട്ടേജ്, ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന വോൾട്ടേജ്, ആ ഫയറിംഗ് വോൾട്ടേജ് എന്ന് പറയും. ഫയറിംഗ് നടന്നു കഴിഞ്ഞാൽ, കണ്ടക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ വോൾട്ടേജ് താന്നാലും സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടായിരിക്കും. ഇനി എന്താണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ? ഇത് പ്രത്യേകം ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കുന്നതാണ്. ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനൊക്കെ ഷോർട്ട് ആൻസറാണ്. എന്താണ് ഷോർട്ട് ആൻസർ നോക്കുക. When the emitter potential is less than VP, ആ പീക്ക് പൊട്ടൻഷ്യലാണ് BP എന്ന് പറയുന്നത്. നമ്മൾ ആ പിയിലെ പൊട്ടൻഷ്യൽ ഗ്രാഫ് ലെസ് ദാൻ VP, the magnitude of I is never greater than IEU. IEUയിൽ കൂടുതലില്ല. റിവേഴ്സ് ലീക്കേജ് കറണ്ട് എന്ന് പറയും. ആ ഗ്രാഫിൽ Y ആക്സിൽ ലെഫ്റ്റ് കാണിച്ചിരിക്കുന്നതാണ്. ദിസ് റീജിയൻ ഈസ് കോൾഡ് ദ കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയൻ. One condition established that at V is equal to VP that the emitter potential will drop with increase in IE. I കൂടിയാൽ പൊട്ടൻഷ്യൽ കുറയും, V കുറയും. This corresponds to the decreasing resistance RA. അത് എമിറ്റർ റെസിസ്റ്റൻസ് കുറയാൻ കാരണമാകും. ഡിക്രീസിങ് റെസിസ്റ്റൻസ് RA for increase in current I കൂടിയാൽ V കുറയുക. സാധാരണ കേസിൽ ഓംസ് ലോ എന്തിനാണ്? I കൂടിയാൽ വിയും കൂടണം, അല്ലെങ്കിൽ V കൂടിയാൽ I കൂടണം. ഇവിടെ V കൂടിയാൽ I കുറയുകയാണ്, V കുറഞ്ഞാൽ I കൂടുക, നേരെ എതിരാണ്. Therefore, UJT has a negative resistance region. അതായത് V കുറഞ്ഞാൽ I കൂടുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് UJTക്ക് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ട്. ദിസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് മേക്സ് ഇറ്റ് യൂസ്ഫുൾ ആസ് ആൻ ഓസിലേറ്റർ. ഇത് ഓസിലേറ്റർ നിർമ്മിക്കാൻ ഈ UJTയെ പ്രയോജനപ്പെടുത്താം. ഈ ഐഡിയ വെച്ചിട്ട് അതിന് UJT ഓസിലേറ്ററിനെ വിളിക്കുന്ന പേര് റിലാക്സേഷൻ ഓസിലേറ്റർ. അതെന്താണെന്ന് നമുക്ക് ഉടനെ പറയാം. ഇനി ഇതിനകത്ത് 1-2 ടേം പഠിക്കാനുണ്ട്. ആദ്യത്തെ ടേമാണ് ഇൻട്രിൻസിക് സ്റ്റാൻഡേർഡ് റേഷ്യോ. ഇൻട്രിൻസിക് INTRINSIC ഇൻട്രിൻസിക് സ്റ്റാൻഡേർഡ് റേഷ്യോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ ഈറ്റ ഈസ് ഈക്വൽ ടു R1/R1+R2. ആ ബാറിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മൾ മിഡിൽ പോയിൻ്റാണല്ലോ E എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അപ്പോൾ ബാറിൻ്റെ റെസിസ്റ്റൻസ് R1, ബേസ് 1ൻ്റെ റെസിസ്റ്റൻസ്, ബേസ് 2ൻ്റെ റെസിസ്റ്റൻസ്, അതിന് R1R2 എന്ന് പറയും. അപ്പോൾ ഡിഫൈൻ ചെയ്ത ടേമാണ് ഈറ്റ, ഇൻട്രിൻസിക് സ്റ്റാൻഡേർഡ് റേഷ്യോ. ഈറ്റ ഈസ് R1/R1+R2, വേർ R1 is
R1 is RB1. ബേസ് 1ൻ്റെ റെസിസ്റ്റൻസാണ്. ഒരു ബേസിൻ്റെ 2 ബേസാണ് ഇവിടെ ഉള്ളത്. ഈസ് ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ B1 and the emitter. R2 is B2. Is the resistance between B2 and emitter. Then triggering voltage. അപ്പോൾ ട്രിഗറിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫയറിംഗ് വോൾട്ടേജ് എന്താണ്? V1. അതിനെ നമ്മൾ VA എന്ന് പറയും. ഗ്രാഫിൽ VA എന്ന് പറയും. ഇറ്റ VBB. ഇറ്റ ഇൻറ്റു VBB. അത് സപ്ലൈ വോൾട്ടേജാണ്. ഇക്വേഷൻ നമ്പർ 2. നേരത്തെ ഉള്ള ഈറ്റയുടെ ഇക്വേഷൻ നമ്പർ 1. പീക്ക് വോൾട്ടേജ് ഇസ് ഗിവൺ ബൈ ഏറ്റവും കൂടിയ വോൾട്ടേജ് VP is equal to eta A. ട്രിഗറിംഗ് വോൾട്ടേജ് പ്ലസ് VD. ഡയോഡ് വോൾട്ടേജ് 0.7 ആണ്. ഡയോഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വേർ VD is equal to VD is equal to VB. ബാരിയർ വോൾട്ടേജ് ആണ്. ദ ഡയോഡ് ബാരിയർ വോൾട്ടേജ് വിച്ച് ഈസ് ഇക്വൽ 0.7 വോൾട്ട്. നമുക്കറിയാം ഡയോഡിന് ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉള്ളത് 0.7 വോൾട്ടാണ്. ഒരു ബാരിയർ വോൾട്ടേജ് ഉള്ളത്. ഇനി അടുത്ത UJTയുടെ ഉപയോഗം, യൂസസ്, എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ആസ് എ സർക്യൂട്ട് എലമെൻറ്റ് ഇൻ ആൻ ഓസിലേറ്റർ. റിലാക്സേഷൻ ഓസിലേറ്ററിൽ ഒരു സർക്യൂട്ട് എലമെൻറ്റായിട്ട് ഉപയോഗിക്കും. ഫോർ മേക്കിംഗ് ടൈമിംഗ് സർക്യൂട്ട്സ്. ടൈമിംഗ് സർക്യൂട്ട് നിർമ്മിക്കാനായിട്ട്, ഷോർട്ട് ടൂത്ത് വേവ് ഫോം ഉണ്ടാക്കാനായിട്ട്. ഫോർ എമിറ്റർ ഫോർ കൺട്രോൾ സർക്യൂട്ട്സ്. കൺട്രോൾ ചെയ്യാറുണ്ട് സർക്യൂട്ടിൽ ചില വാല്യൂസ് കൺട്രോൾ ചെയ്യാനായിട്ട് കൺട്രോൾ സർക്യൂട്ടായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ the result question ആണ് explain the construction of UJT and give its characteristics, characteristic curve, explain the negative resistance region and its uses. അപ്പോൾ ഇവിടെ ഒരു UJT എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൽ കർവ് വരയ്ക്കണം, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്താണെന്ന് പറയണം, യൂസുകളും പറയണം. യൂസും നമ്മൾ പറയേണ്ടി വരും. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇനി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ ചോദിക്കാം. വൈ UJT is called why UJT is called വൈ UJT is called a ട്രാൻസിസ്റ്റർ. എന്തുകൊണ്ടാണ് അതിനെ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് ഡയോഡിൻ്റെ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഹാസ് 3 ടെർമിനൽസ്. ബേസ് B1, ബേസ് B2 ആൻഡ് എമിറ്റർ ഉള്ളത് കൊണ്ടാണ് 3 ടെർമിനൽ ഉള്ളതാണ് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കാൻ കാരണം. ട്രാൻസിസ്റ്റർ പോലെ അപ്പിയർ ചെയ്യും, പക്ഷേ ട്രാൻസിസ്റ്റർ ഇല്ല. UJT എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡയോഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡിഫൈൻ. ഇപ്പോൾ എന്തുകൊണ്ട് അതിന് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെർമിനൽസിൻ്റെ കാര്യത്തിൽ ബേസ് 3 ടെർമിനൽ, ബേസ് B1, ബേസ് B2, എമിറ്റർ. മറ്റേത് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ, ബേസ് കളക്ടർ. അങ്ങനെ 3 ടെർമിനൽ ഉള്ളതുകൊണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ അപ്പിയറൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ ആ പേര് യൂണിറ്റ് ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഡിഫൈൻ ഇൻട്രസ്റ്റ് ആൻഡ് റേഷ്യോ. ആ ഈറ്റയുടെ ഇക്വേഷൻ അത് ഡിഫൈൻ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ഹൗ എ UJT ഡിഫർ ഫ്രം എ BJT. ഒരു ബൈപ്പോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ നിന്ന് എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഒരു സാധാരണ ട്രാൻസിസ്റ്ററും ഈ UJT തമ്മിൽ വ്യത്യാസം എന്താണ്? ആ വ്യത്യാസങ്ങളൊക്കെ ഞാനിവിടെ നമ്പറിട്ട് കോളം വരച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് BJT ആണ്, സെക്കൻഡ് കോളത്തിൽ UJT ആണ്. BJT ആണെങ്കിൽ അതിന് സിമ്പിൾ ഒരു NPN ട്രാൻസിസ്റ്റർ വലിച്ചിരിക്കുകയാണ്. എമിറ്റർ ബേസ് കളക്ടറുണ്ട്. എമിറ്ററിൽ ആരോ പുറത്തേക്ക് ഇടുന്ന NPN ട്രാൻസിസ്റ്റർ. ഇപ്പുറത്ത് UJT ആണ്. ബേസ് B1, ബേസ് B2, എമിറ്ററുണ്ട്. എമിറ്ററിൽ ആരോ കൊണ്ട് ഒന്ന് ബാറിൽ മുട്ടിക്കണം, പക്ഷേ വളച്ച് മുട്ടിക്കണം. നേരെ മുട്ടിച്ചാൽ അത് എഫക്റ്റ് ആയിട്ട് തോന്നും. അടുത്ത ക്വസ്റ്റ്യൻ UJT യൂസ്ഡ് ഫോർ മേക്കിംഗ് ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റർ നിർമ്മിക്കാനും ആംപ്ലിഫയറിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഫോർ റിലാക്സേഷൻ ഓസിലേറ്റർ മാത്രം, നോ ആംപ്ലിഫയർ. നമ്പർ 4 സെൻസിറ്റിവിറ്റി ടു റേഡിയേഷൻ. ഇവിടെ ഇമ്മ്യൂൺ ടു റേഡിയേഷൻ. നമ്പർ 5 ഇറ്റ് ഹാസ് എബിലിറ്റി ടു ആംപ്ലിഫൈ. ഇവിടെ നോ എബിലിറ്റി ടു ആംപ്ലിഫൈ. നമ്പർ 6 N type or P type transistor. N type or P type is material in the middle. ഇവിടെ
only p-type material in the middle. Only p-type material in the middle. Next, not triggering voltage. Transistor firing voltage അല്ലെങ്കിൽ triggering voltage ഇല്ല. ഇവിടെ there is triggering voltage. V1 is equal to VA. Number 5. No intrinsic standoff ratio. ഇവിടെ there is intrinsic standoff ratio UJT കൊണ്ട്, which is given by eta is equal to R1 by R1 plus R2. Not a breakdown device. ട്രാൻസിസ്റ്റർ breakdown device അല്ല, ഇവിടെ breakdown device ആണ്. എന്താണ് ഈ breakdown device എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് കൊടുത്ത് ഇത് കണ്ടക്ട് ചെയ്തൊന്നുമില്ല. ഇപ്പോൾ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ചെറിയ വോൾട്ടേജ് കൊടുത്ത് ഇതിന് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും, വർക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷേ UJT നമ്മൾ ചെറിയ വോൾട്ടേജ് കൊടുത്താൽ കണ്ടക്ട് ചെയ്യത്തില്ല. ഒരു പ്രത്യേക വോൾട്ടേജ് ഉണ്ട്, ആ ലെവൽ എത്തിക്കഴിഞ്ഞാലേ കണ്ടക്ഷൻ ആവുള്ളൂ. കണ്ടക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലെവൽ വേണം, എന്നാലേ കണ്ടക്ഷൻ ആവുള്ളൂ. കണ്ടക്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് കൊടുക്കുന്നത് കുറച്ചാലും കണ്ടക്ഷൻ തുടർന്നുകൊണ്ടിരിക്കും. അതാണ് ബ്രേക്ക് ഡൗൺ ഡിവൈസിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇനി ഗിവൺ സിലിക്കൺ UJT ഇന്നല്ല എ സിലിക്കൺ ഗിവൺ സിലിക്കൺ UJT ഹാസ് ആൻ interbase resistance of 10K. It has RB1 6K, അപ്പോൾ RB2 എന്ന് പറയുന്നത് 4K ആയിരിക്കും. വിത്ത് ദി 4K വിത്ത് I is equal to 0 തരണം, അവിടെ 0 തരണം, I is equal to 0. And find one UJT current if VB is equal to 20 volt, VBB is 20 volt and V is less than VP. V less than VP അറിയാം അന്നേരം. Number 2 eta and VA triggering voltage അല്ലെങ്കിൽ V1, VA is V1. Number 3 peak voltage VP. ഇത്രയും വാല്യൂ കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ പ്രോബ്ലമാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം, സിൻസ് V less than VP, I is equal to 0, I is 0, I is 0 because P junction is reverse biased. Then I1 is I2. I1 is I2 ഓംസിൽ അപ്ലൈ മതി. വോൾട്ടേജ് ബൈ റോട്ടർ റെസിസ്റ്റൻസ് VBB by R1 plus R2, that is 20 by 10 2 MA, 20 വോൾട്ടാണ്. R1 plus R2 10K ഓമിലാണ്, അതുകൊണ്ട് മില്ലി ആംബിയർ. ദെൻ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ നമുക്ക് കാണാം. Intrinsic standoff ratio, eta is R1 by R1 plus R2. R1 is 6, R1 plus R2 is 10, that is 0.6. Then the triggering voltage VA is eta VBB, that is 0.6 into 20, that is equal to 12 volt. Peak voltage BP is equal to VA plus battery voltage, that is 12 plus 12.7 volt. കാരണം VB for a transistor is 0.7. Next problem, ഇതേ ടൈപ്പ് റിപ്പീറ്റേഷൻ പ്രോബ്ലം, ചെറിയ വ്യത്യാസം. A UJT transistor with eta is equal to 0.65, RB is equal to RB1 is 2K and VD is equal to 0.7 volt. Determine the following if the base supply voltage VBB is 20 volt. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് 20 വോൾട്ടാണ്. നമുക്ക് ആ കാണുന്ന വാല്യൂസ് കാരണം A RB2 പിന്നെ VP. ഇപ്പോൾ RB2 നമുക്ക് കണ്ടുപിടിക്കാം. eta is equal to RB1 by RB1 plus RB2, അല്ലെങ്കിൽ പറയും R1 by R1 plus R2 എന്ന് എഴുതിയാലും മതി. 0.65 തന്നിട്ടുള്ള വാല്യൂ ആണ്. 0.65 is equal to RB1 2 by 2 plus RB2 cross multiply
2 plus RB2 is equal to 2 by 0.65. 2 plus RB2 is 3.077. That is RB2 is 3.077 minus 2, 1.077 KO. Then peak voltage BP is equal to VA plus VB. VA is eta VBB. Therefore, VP is eta VBB plus VBB, that is 0.65 into 20 plus 0.7, that is 13 plus 0.7, 13.7 volt. That is all with our 12th class. We continue. Thank you very much.